ഇവിടെ ആത്യന്തികമായി എന്ത് പുനർജനം പറഞ്ഞാലും, ആത്യന്തികം എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും, ഏറ്റവും ഒടുവിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ ചർച്ച കൊണ്ട് പോകാൻ പോകുന്ന വഴി എന്താണെന്ന് ഇതിനോടകം വ്യക്തമാവുന്നുണ്ട്. അത് കമ്മ്യൂണൽ ലൈനിലെ ചർച്ച അവസാനം പോകും. ശ്രീകുമാർ, നാടിന് നല്ലതുമല്ല, കഷ്ടമാണ്. നോക്കൂ, ഹാഷ്മി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇത് CPM-ൻ്റെ പുതിയ ലൈനല്ലല്ലോ. കാരണം CPM ഒരു ദേശീയ പാർട്ടിയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് സംസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. നോക്കൂ, കുറച്ചു കാലം മുമ്പ് KPCC പ്രസിഡന്റ് ആരാണെന്ന് തീരുമാനിക്കുന്ന മുസ്ലിം ലീഗാണെന്ന് അവർ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി? അതിനുശേഷം സമസ്തയുടെ വിഷയത്തിൽ സമസ്തയെ രണ്ടായി കണ്ട ഒരു വിഭാഗത്തെ മാത്രം ചർച്ചയ്ക്ക് ക്ഷണിച്ച ഒരു മുഖ്യമന്ത്രി, ഒരു CPM മുഖ്യമന്ത്രി നമ്മൾ കണ്ടതല്ലേ? അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് RSSുമായിട്ടും ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട് എന്ന് ശ്രീ MV ഗോവിന്ദൻ CPM സെക്രട്ടറി എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം അവിടെ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു സംശയം അവർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഹിന്ദു വോട്ട് ലക്ഷ്യമിട്ടിട്ടല്ലേ അത്? ഇനി അത് മാത്രമല്ല, CPM-ഉം BJP-യും ഒരുപോലെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗങ്ങളെ ഇഷ്ടപ്പെടുന്നത്? അതിപ്പോൾ പുതിയൊരു തീരുമാനമല്ലേ? അപ്പോൾ ഭരണസുഖത്തിലെ, ഭരണത്തിൻ്റെ ആലസ്യത്തിലെ ഇവരുടെ വിപ്ലവാത്മകമായ പല നയങ്ങളും മറന്നുപോവുകയാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പറയട്ടെ അതാണ് ഒരു ടീം UDF എന്നും ടീം കോൺഗ്രസ് എന്നും VD സതീശനും KPCC പ്രസിഡന്റും ഒക്കെ പറയുമ്പോൾ ഒരു ടീം LDF എന്ന് ഇവർക്ക് പറയാത്ത അതുകൊണ്ടാണ് CPI പറയുന്നത് യഥാർത്ഥ ഇടതുപക്ഷം തിരുത്താൻ തയ്യാറാവണം. ബിനോയ് വിശ്വം പറഞ്ഞത് അതുകൊണ്ടാണ്. ബിനോയ് വിശ്വം പറഞ്ഞത് യഥാർത്ഥ ഇടതുപക്ഷം ഈ ജനവിധിക്ക് മുമ്പിൽ തലകുനിക്കുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പുറത്തവർ പറയുന്നില്ല. എന്നിട്ട് പകരം പറയുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാര്യം ഇപ്പുറത്ത് ഇവർ പറയുമ്പോൾ തന്നെ അതെല്ലാം പലവട്ടം ചർച്ച ചെയ്താണ്. പക്ഷേ ഇത് ജനം വിശ്വസിക്കാത്തതുകൊണ്ടാണ് കേരളം രക്ഷപ്പെട്ടു പോകുന്നത്. കാരണം CPM-ൻ്റെ ഒരു നയം, അത് അവരുടെ മതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ വർഗീയ നിലപാടുകളെക്കുറിച്ചുള്ള വർഗീയ ചിന്താഗതികൾക്കെതിരെയായുള്ള CPM-ൻ്റെ പഴയ നിലപാടുകൾ മാറ്റിക്കൊണ്ടുള്ള അവരുടെ ഭരണസുഖം ആസ്വദിച്ചുകൊണ്ടുള്ള പുതിയ നിലപാടിലേക്ക് വരുമ്പോൾ അത് ജനത്തിന് മനസ്സിലായി. അതുകൊണ്ട് ജനങ്ങളത് കാര്യമായിട്ട് എടുക്കില്ല. അതുകൊണ്ടാണ് ടീം LDF എന്നവർക്ക് പറയാൻ പറ്റാത്ത. അതുകൊണ്ടാണ് CPI എന്തുകൊണ്ടാണ് ഇതിനെ അംഗീകരിക്കാത്ത? എന്തുകൊണ്ടാണ്? ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞ ദിവസം പോയി കണ്ടു. അതിന് മുമ്പൊരു ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. ഈ ഒരു സമീപനം എന്തുകൊണ്ടാണ് BJP-ക്ക് CPM-ന് ഇങ്ങോട്ട് സമീപനം വരാൻ കാരണം? എന്തുകൊണ്ടാണ്? അവരെ കേരളത്തിൽ BJP CPM ആഗ്രഹിക്കുന്നത് എന്താണ്? കോൺഗ്രസിനെ ഇല്ലാതാക്കുക. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം BJP അധികാരത്തിൽ വരില്ല എങ്കിൽ പിന്നെ അധികാരത്തിലുള്ള സ്റ്റെപ്പ് അവർ നോക്കും. അത് അവർ അയ്യപ്പ സംഗമം നടത്തി NSS-നെ പ്രീണിപ്പിച്ചു, വെള്ളാപ്പള്ളി നടേശനെ പ്രീണിപ്പിച്ച് SNDP-യെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ പല രീതിയിൽ അവർ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ അന്തിമ റിസൾട്ട് ഇവർക്കെതിരാണ്. കാരണം എന്താണ്? CPM-നെ കുറിച്ച്, അവരുടെ നയങ്ങളെക്കുറിച്ച്, നയവ്യതിയാനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ CPM എന്തു പറഞ്ഞാലും ശരി, അത് വിശ്വാസം എടുക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.